മധുരപ്പെട്ടി, അറിവിന്റെയും കഥകളുടെയും തേൻകൂട്. ബെഡ് ടൈം സ്റ്റോറീസ്. മിഠായിപ്പഴങ്ങൾ പൂക്കുന്ന കൊട്ടാരം. പണ്ട് സ്വർണപുരി എന്നൊരു രാജ്യമുണ്ടായിരുന്നു. അവിടെ ഒരു നിഷ്കളങ്കനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ പേര് ചന്ദ്രസേനൻ എന്നായിരുന്നു. രാജാവിന് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു. ഈ രാജാവിന് ഒരു പ്രത്യേകതയുമുണ്ട്. അദ്ദേഹത്തിന് വല്ലാതെ വിശക്കുമ്പോൾ ദേഷ്യം വരില്ല, പകരം പാട്ടുപാടാനാണ് തോന്നുക. അദ്ദേഹത്തിന്റെ വിശപ്പ് എത്ര കൂടുന്നുവോ അത്രയും മനോഹരമായിരിക്കും ആ പാട്ട്. ഒരു ദിവസം രാജാവ് തന്റെ ഉദ്യാനത്തിലിരിക്കുമ്പോൾ വിചിത്രമായ ഒരു വിത്ത് കിട്ടി. അദ്ദേഹം അത് നിലത്ത് നട്ടു. അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ കൊട്ടാരമുറ്റത്ത് ഒരു വലിയ മരം വളർന്നു നിൽക്കുന്നു. സ്വർണ്ണ നിറത്തിലുള്ള ഇലകളുള്ള ആ മരത്തിൽ ചുവപ്പും മഞ്ഞയും നീലയും നിറത്തിൽ പഴങ്ങൾ നിറഞ്ഞു നിൽപ്പുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ആ പഴങ്ങൾക്കൊക്കെ കല്ലുപോലെ കട്ടിയായിരുന്നു. രാജാവ് അത് കടിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. അപ്പോഴാണ് രാജാവിന് വല്ലാതെ വിശക്കാൻ തുടങ്ങിയത്. വിശപ്പ് കൂടിയതോടെ രാജാവ് തന്റെ വീണയെടുത്ത് പാടാൻ തുടങ്ങി. രാജാവിന്റെ പാട്ട് അന്തരീക്ഷത്തിൽ അലയടിച്ചപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. രാജാവിന്റെ പാട്ടിന്റെ മധുരം ആ പഴങ്ങളിലേക്ക് പടർന്നു. കല്ലുപോലെ ഇരുന്ന ചുവന്ന പഴങ്ങൾ പെട്ടെന്ന് മൃദുവായ സ്ട്രോബെറി ചോക്ലേറ്റുകളായി മാറി. മഞ്ഞപ്പഴങ്ങൾക്കുള്ളിൽ തണുത്ത മാമ്പഴ ഐസ്ക്രീം നിറഞ്ഞു. നീലപ്പഴങ്ങൾ വായയിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പഞ്ഞി മിഠായികളായി മാറി. രാജാവിന്റെ വിശപ്പും അദ്ദേഹത്തിന്റെ പാട്ടും കേട്ടാൽ മാത്രമേ ആ മരത്തിലെ പഴങ്ങൾ മിഠായികളായി മാറൂ. രാജാവ് പാടുമ്പോൾ മാത്രമേ ആ മരത്തിന് ജീവൻ ലഭിക്കൂ. രാജാവ് തന്റെ നാട്ടിലുള്ള കുട്ടികളെയെല്ലാം ക്ഷണിച്ചു. കുട്ടികൾ ഉദ്യാനത്തിലെ ആ മാന്ത്രിക മരം കണ്ട് അത്ഭുതപ്പെട്ടു. രാജാവ് പാടിക്കൊണ്ടേയിരുന്നു. കുട്ടികളെല്ലാം വയറു നിറയെ മിഠായി പഴങ്ങൾ കഴിച്ചു. രാജാവ് പാടി അദ്ദേഹത്തിന്റെ വിശപ്പ് മാറിയപ്പോൾ ആ പഴങ്ങളെല്ലാം നല്ല തേൻ തുളുമ്പുന്ന മധുരമുള്ളതായി തീർന്നു. രാജാവ് കുട്ടികൾക്കൊപ്പം ചേർന്ന് ആ മധുരം നുണഞ്ഞു. രാജാവ് പാടുമ്പോൾ മരത്തിലെ ഇലകൾ പതുക്കെ വീശാൻ തുടങ്ങി. ആ കാറ്റിൽ മിഠായി പഴങ്ങളുടെ മണം രാജ്യം മുഴുവൻ പരന്നു. എല്ലാവരുടെയും മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു. സന്ധ്യയായപ്പോൾ രാജാവ് പാട്ടിന്റെ താളം പതുക്കെ കുറച്ചു. അപ്പോൾ മരത്തിലെ പൂക്കൾ വിരിയാൻ തുടങ്ങി. അവ സാധാരണ പൂക്കളല്ലായിരുന്നു. ആകാശത്തേക്ക് പറന്നുയരുന്ന ചെറിയ നക്ഷത്രപ്പൊട്ടുകളായിരുന്നു. അവ ആകാശത്ത് പോയി നിന്ന് മിന്നിത്തിളങ്ങി. അത് നോക്കി നിന്ന കുട്ടികൾക്കെല്ലാം പതുക്കെ ഉറക്കം വരാൻ തുടങ്ങി. രാജാവ് മെല്ലെ പറഞ്ഞു, "ഇനി എല്ലാവരും പോയി ഉറങ്ങിക്കോളൂ. എന്റെ വിശപ്പ് മാറിയെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഈ മിഠായി മരം വീണ്ടും പൂക്കും." കുട്ടികൾ സന്തോഷത്തോടെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. അന്ന് രാത്രി സ്വർണപുരിയിലെ എല്ലാ കുട്ടികളും കണ്ടത് മിഠായി മഴ പെയ്യുന്ന മനോഹരമായ സ്വപ്നങ്ങളായിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്കും വേണ്ടേ ഇതുപോലൊരു മിഠായി മരം? എങ്കിൽ വേഗം കണ്ണുകൾ അടച്ച് ഉറങ്ങിക്കോളൂ. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ആ മധുര മണം ഇപ്പോൾ എത്തും. അടുത്ത തവണ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.